വിദ്വേഷം പറഞ്ഞ് എത്ര തവണ കുരുക്കിലായാലും പി സി ജോർജ് പഠിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തിരിച്ചു വന്നു. ആഗ്രഹിച്ചതല്ല, പിന്നെ തീരുമാനിച്ചു. അപരമത വിദ്വേഷം അടിസ്ഥാന പ്രമാണമാക്കിയ പി സി ജോർജ് പുതിയ കണക്കുകളുമായിട്ടാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അനുഭവജ്ഞാനം കൊണ്ടും പിന്നെ തന്നോടുള്ള വാത്സല്യം കൊണ്ടും പറയാണ്, ഇതിന് പരിഹാരമില്ല. ഇറ്റ് ഈസ് ഇൻക്യൂറബിൾ. 400ഓളം കുഞ്ഞുങ്ങളാണ് ലവ് ജിഹാദിലൂടെ നമുക്ക് നഷ്ടപ്പെട്ട മീനച്ചി താലൂക്ക് മാത്രം. ഇത് തല്ല് മേടിച്ച് വെക്കുന്നതിന് മുമ്പ് നിന്നെ പോലുള്ള ചെറ്റകൾ പറയുന്ന സ്ഥിരം ഡയലോഗാ. എത്രത്തെ തിരിച്ചു കിട്ടി? 41 തിരിച്ചു സമയക്കുള്ള ചരിത്രത്തിൽ കിടക്കുന്നില്ല. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ മാറ്റിവെക്കാൻ പറ്റാത്തൊരു അധ്യായം. ഭരണങ്ങാനത്ത് ഇന്നലെ ഒരു കൊച്ചു പോയി, പെക്കൊച്ച്, വയസ്സ് 25. ഇന്നലെ രാത്രി 9:30 പോയത്. എന്നാ കുറച്ച് കടിഞ്ചായാലും നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചാൽ അണ്ണാക്കിലേക്ക് ഒഴിച്ചു കൊടുക്കും. നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നമാണ്. എന്നോട് ക്ഷമിക്കണം ഞാനിത് പറയുമ്പോ. കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. ഇത് റിയാലിറ്റിയാണ്, മനുഷ്യസഹജമായ ദൗർബല്യങ്ങളാണ്. ആണോ? ഭയങ്കര. ഇത്തവണ വളരെ ഗുരുതരമായ ഒരു പരാമർശമാണ് പി സി ജോർജിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. മുൻപുണ്ടായതും ഗുരുതരമായ പരാമർശങ്ങളൊക്കെ തന്നെയാണ്. നീ ഇവിടെ കിടന്ന് നരകിച്ചപ്പോ നന്നായി കാണുമെന്ന് കരുതിയതാ എന്റെ തെറ്റ്. ശരിപ്പെടുത്ത്, എന്റെ ചെവ് കുറ്റിക്ക് അടിക്കണം. പി സി ജോർജ് തന്റെ വിവാദ പ്രസംഗങ്ങളുമായി വീണ്ടും കളം നിറയുന്നു എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ തന്നെ ഉയർന്നത്. ഏതായാലും നാട് മുടിക്കുന്ന നിന്നെയൊക്കെ പബ്ലിക്കായി തുണി അഴിച്ചിട്ട് തെരണ്ടി വാലുകൊണ്ടടിച്ച് ചാണക വെള്ളം തളിക്കുന്നു. ഈ ഒരു പരാമർശത്തിന്റെ പേരിൽ ഇനി പരാതികൾ വരുമോ എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഏതായാലും പി സി ജോർജ് വീണ്ടും ഒരു വിവാദ പ്രസംഗം കൂടി നടത്തിയിരിക്കുകയാണ്. മലയാളികൾക്ക് അപമാനമായിട്ട് ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുന്നു. കൊണ്ടുപോയോ?